ലൈവിൽ അങ്ങനെ ഗബ്രി എത്തിയിരിക്കുകയാണ്. ആരും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. മെയിൻ ഡോറിൽ ഗബ്രി എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഗബ്രി എല്ലാ റൂമിലും പോയി നോക്കുന്നുണ്ട്. ആദ്യം തന്നെ നെക്സ്റ്റ് റൂമിലും പീപ്പിൾസിലും ടണലിലും ഒക്കെ പോയി നോക്കും. അതിൻ്റെ വീണ്ടും നെക്സ്റ്റ് റൂമിൽ വന്ന് നോക്കും. അതിനുശേഷമാണ് ഡെൻ റൂമിൽ പോയിട്ട് രതീഷിനെ വിളിച്ചിട്ട് ചൂടുവെള്ളം ചേട്ടന് വേണമെന്ന് പറഞ്ഞ് ഞാനിവിടെ അടുക്കളയിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് രതീഷ് പോയിട്ട് ജാസ്മിനെ വിളിച്ചുകൊണ്ട് വരും. അത് കഴിഞ്ഞിട്ട് നമ്മളെ പ്രമോയിൽ കണ്ട പോലെ ഗബ്രീനെ കണ്ടു കഴിയുമ്പോൾ തന്നെ ജാസ്മിൻ അപ്പോൾ കണ്ണൊക്കെ പൊത്തി പുറകിലേക്ക് മാറിയിട്ട് അവിടെ സെറ്റിൽ പോയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് എണീറ്റിട്ട് ജാസ്മിൻ ഗബ്രീനെ കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ പോയി ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഗബ്രി തലയിലൊക്കെ ഒന്ന് തട്ടുന്നുണ്ട്. അതിനുശേഷം അർജുനെ എല്ലാവരെയൊക്കെ കണ്ട് കെട്ടിയൊക്കെ പിടിച്ചതിന് ശേഷം ഗബ്രി അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി എണീപ്പിക്കും. ഋഷിയൊക്കെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഋഷീനെ എണീപ്പിച്ചു. അതിനുശേഷം ജിൻറ്റോനെ എണീപ്പിച്ചു. ഇന്ന് മോർണിംഗ് സോങ് ഒന്നുമില്ല, ഞാനാ നിങ്ങൾ എണീപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞ് അഭിഷേകിനെ എല്ലാവരും എണീപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം മോർണിംഗ് സോങ് ഒക്കെ വെച്ച് ഇവരെല്ലാവരും ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചു. കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയാണെന്ന് റസ്മിനൊക്കെ പറയുന്നുണ്ട്. കാറ്ററിങ്ങിൻ്റെ ഡ്രസ്സാണോ എന്നൊക്കെ ഇപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫിനാലേക്ക് എന്തിടും ഇനി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിലും അടിപൊളി ഇടാന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗബ്രി ജാസ്മിനോട് ഹായ് എന്നൊക്കെ പറയും. എന്നെ വിശേഷം സുഖം എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ. കരയാൻ പോവാണെന്നൊക്കെ ഗബ്രി ചോദിക്കുകയില്ല എന്നൊക്കെ പറയും. നീ എനിക്കപ്പോൾ പോയിട്ട് ഒരു ഡ്രസ്സ് പോലും അയച്ചിട്ടില്ലല്ലോ, നീ അപ്പോൾ ഡ്രസ്സൊക്കെ അയക്കാമെന്ന് പറഞ്ഞല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ഗബ്രിയോട്. ഞാൻ അയച്ച് കിട്ടിയില്ല, അപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നതൊക്കെ പിന്നെ നീ അയച്ചതൊന്നും അല്ലാതെ വീട്ടുകാർ അയച്ചല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കളിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്.